അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ സ്വർഗസ്വനായ ദൈവം ഉയർത്തി കൃപയാലുള്ള രക്ഷ നൽകുകയുണ്ടായി. ഈ സൗജന്യമായ രക്ഷ നൽകിയതിൻ്റെ പശ്ചാത്തലം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അതിൽ 2 സമ്പന്നതകളെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, റിച്ച് ഇൻ മേഴ്സി, കാരുണ്യത്തിൻ്റെ സമ്പന്നത. വാക്യം 4, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. 2, റിച്ച് ഇൻ ഗ്രേസ്, കൃപയുടെ സമ്പന്നത. വാക്യം 6, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന്. നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവം മാത്രമല്ല, അവിടുന്ന് കരുണയിൽ സമ്പന്നൻ കൂടിയാണ്. റിച്ച് അഥവാ സമ്പന്നതയുടെ ഗ്രീക്ക് പദത്തിനർത്ഥം അബൗണ്ട്സ് ഇൻ മേഴ്സി, കരുണയിൽ നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അബൗണ്ടിങ് മേഴ്സി, സമൃദ്ധമായ കരുണ എന്നാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അത്യന്തം ഉദാരമാണ്. നാം അതിനൊട്ടും അർഹരല്ല, എന്നിട്ടും അവിടുന്ന് അത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനും നല്ലവനുമാണ്. യെരമ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഒരിക്കലും വറ്റിപ്പോകാത്തതും തീർന്നു പോകാത്തതുമായ കരുണയുടെ ഭണ്ഡാരമാണ് നമ്മുടെ കർത്താവ്. നമ്മെ രക്ഷിക്കുവാനായി കർത്താവ് തൻ്റെ കരുണ കാട്ടി. നാം മുടിഞ്ഞു പോകാതെ നമ്മെ നിലനിർത്തിക്കൊണ്ടു പോകുവാനായി അവിടുന്ന് ഓരോ ദിവസവും പ്രഭാതത്തിൽ പുതിയതായ അവിടുത്തെ കരുണ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മോടുള്ള അവിടുത്തെ മഹാസ്നേഹമാണ് കരുണയുടെ സമൃദ്ധി നമ്മുടെ മേൽ അവിടുന്ന് പൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. കരുണയുടെ സമ്പന്നത പോലെ തന്നെയാണ് കൃപയുടെ സമ്പന്നതയും. നമുക്കർഹപ്പെട്ട മരണത്തിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നുമുള്ള വിടുതൽ ദൈവത്തിൻ്റെ കരുണയാൽ ലഭിക്കുമ്പോൾ നമുക്ക് അർഹതയില്ലാത്ത പാപക്ഷമയും വീണ്ടെടുപ്പും പിന്നെ നന്മകളും അനുഗ്രഹങ്ങളും അവിടുത്തെ കൃപയാൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദനപ്രകാരം നൽകിയിരിക്കുന്നു. നമ്മുടെ ദൈനംദിന വിശ്വാസ ജീവിതത്തിന് അവിടുത്തെ കൃപ അത്യന്താപേക്ഷിതമാണ്. അത് നൽകുവാൻ കൃപാസമ്പന്നനായ ദൈവം തയ്യാറായി നിൽക്കുന്നു. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരുണയുടെയും കൃപയുടെയും സമ്പന്നത നിമിത്തമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതും ഇതുവരെയും മുടിഞ്ഞു പോകാതിരിക്കുന്നതും. ഇനിയും എനിക്ക് മുമ്പോട്ട് പോകുവാൻ അങ്ങയുടെ കരുണയും കൃപയും ധാരാളമായി ആവശ്യമുണ്ട്. അവ തന്ന് വഴി നടത്തിയാലും. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.